പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നെഹെമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്നതെന്ന്. 4-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 3 വരെ വാക്യം ഒന്ന് വായിക്കാം സിസ്റ്റർ. ഹല്ലേലൂയ. സ്തോത്രം. നെഹെമ്യാവ് ചാപ്റ്റർ 4 വേഴ്സ് 1 to 3. Nehemiah chapter 4. 4. 1 തുടങ്ങി 3 വരെ വായിക്കാം. Okay. ഞങ്ങൾ മതിൽ പണിയുന്നുവെന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? വെന്തുകിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യയായ തോബിയാവ്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ അവർ മതിൽ പണിയുന്നു എന്ന് കേട്ടപ്പോൾ, ഹല്ലേലൂയ, അവിടെ അതുവരെ അവർക്കൊരു കുഴപ്പമില്ലായിരുന്നു. മതിൽ പണിയുന്നു എന്ന് കേട്ടപ്പോൾ ഹല്ലേലൂയ, ഇവിടെ അവർ പറയുന്നത് അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. അപ്പം മതിൽ പണിയുന്നു ചിലപ്പോൾ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അവിടെ പറയുന്നത്, ഈ ദുർബലരായ യഹൂദന്മാർ എന്തു ചെയ്യാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്തുകിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങൾ കല്ലുകൾ ജീപ്പ് എന്നിങ്ങനെ തന്റെ സഹോദരന്മാരെ ശമരിയ സൈന്യം കേൾക്കപ്പെടും. അപ്പോൾ അവന്റെ അടുക്കുന്ന അമ്മോന്യനെ തോബിയ അവർ എങ്ങനെ പണിതാലും കുറുക്കൻ കയറി അവരുടെ കന്മതിൽ ഉരുണ്ട് വീഴും എന്ന് പറയും. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ പോലും കന്മതിൽ ഉരുണ്ട് വീഴും. ഇവർക്ക് എത്ര പേടി എന്തിനാ? ഹല്ലേലൂയ. അല്ലേ? അവര് പറയുന്നത് ഇവർക്ക് പണിയാൻ പറ്റും, ഇവര് പണിതാൽ എങ്ങനെ പണിയും, അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യും, ഇവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്ത് ഇവർ ഇപ്പൊ എങ്ങനെ പണിതാലും ഇതങ്ങ് ഉരുണ്ട് വീഴത്തേ ഉള്ളൂ. ഞാൻ പറയും, ഇത് എങ്ങനെ പണിതാലും ഉരുണ്ട് വീഴത്തേ ഉള്ളെങ്കിൽ ശത്രുവിന് പിന്നെ ഈ ഇത്രയും വിഷമം എന്തിനാ? ഈ പണി നിർത്താൻ മീറ്റിംഗ് കൊണ്ട് നമ്മൾ പണി നിർത്താൻ എന്തൊക്കെ പണി? അപ്പൊ ഇത് എങ്ങനെ പണിതാലും ഉരുണ്ട് വീഴുമെന്നുള്ള സംഭവമാണെങ്കിൽ അവരിങ്ങനെ പണിതോട്ടെ, ചിലപ്പോൾ വീഴത്തില്ലേ? അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടുന്നത്? അല്ല, അപ്പൊ ശത്രു തന്നെ സ്വയം ആശ്വസിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ പറയുന്നെങ്കിലും അവരിവരെ ഭയപ്പെടുന്നു നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത് തന്നെയാണ് ദൈവസഭയിലും ദൈവമക്കളുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. അവര് എവിടെയെങ്കിലും ഒക്കെ ഇടിഞ്ഞും പൊളിഞ്ഞും അങ്ങനെയൊക്കെ കടന്നാലും യാതൊരു ശത്രു ഒരു പ്രശ്നമില്ല. പക്ഷെ ഇത് പണിയുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രാർത്ഥന തുടങ്ങി അല്ലെങ്കിൽ പ്രാർത്ഥന ഇച്ചിരി ഹാലയില എന്തൊക്കെയോ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു, അപ്പൊ ശത്രുവിന് തുടങ്ങും ഇരിപ്പുറയ്ക്കാതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങും. എന്താ പറയുക, നിന്ദിക്കുക ചെയ്യുന്നത്. അപ്പൊ നിന്ദകൾ പലതും നമ്മുടെ നേരെ വരാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ എങ്ങനെയാ എന്നിട്ട് പറയുന്നത് എന്താ? പിന്നെ ഈ പ്രാർത്ഥന എത്ര പേര് നടന്നേക്കുന്നത് പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിച്ചിട്ട് ആരെങ്കിലും എന്ത് നേടിയിട്ടോ? പ്രാർത്ഥിച്ചിട്ട് വരെങ്കിൽ പണ്ടത്തെക്കാട്ടി കഷ്ടത്തിലാണ്. പ്രാർത്ഥിക്കും തോറും ജീവിതം അങ്ങോട്ട് കീഴോട്ടാണല്ലോ പോകുന്നത്, മുകളോട്ടൊന്നും കയറുന്നില്ലല്ലോ എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് പലരും നിന്ന്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ജീവിതം പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതം രക്ഷപ്പെടുന്നില്ല എങ്കിൽ, പ്രാർത്ഥിക്കുന്ന ചിലരും കീഴോട്ടാ പോകുന്നെങ്കിൽ, അവർക്ക് കഷ്ടത മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ കണ്ടു നിൽക്കുന്നവർക്ക് എന്താ പ്രശ്നം? ഹല്ലേലൂയ. ദൈവസഭയ്ക്കുള്ളിലാണെങ്കിലും ദൈവമക്കളുടെ ഇടയിലാണെങ്കിലും ഇന്ന് എവിടെയെങ്കിലും ഒരു പണി നടക്കുന്നു എന്ന് കേൾക്കുമ്പോഴാണ് ശത്രു ഇരിപ്പിറക്കുന്നത്. അല്ലാത്ത എന്തോരം കൂട്ടായ്മകൾ നടന്നു പോകുന്നത്, എത്രയോ പ്രാർത്ഥന നടന്നു, അവിടെ എങ്ങും ശത്രുവിനൊന്നും പറയേണ്ട കാര്യമില്ല, അവനൊന്നും മൈൻഡ് ചെയ്യാറ് പോലുമില്ല. പക്ഷേങ്കിൽ എവിടെയെങ്കിലും ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുന്നതിനെ പണിയുന്നൊരു കൂട്ടമുണ്ടെങ്കിൽ അവരുടെ നേരെയാണ് ശത്രു പലപ്പോഴും പല നിന്ദയും പരിഹാസവുമായിട്ട് എഴുന്നേൽക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഇവിടെ അവർ പറയുന്ന ചോദ്യങ്ങൾ. ഇവിടെ പറയുന്നത്, ഈ ദുർബല യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു? അവർ ദുർബലരാന്ന് ഇവര് തന്നെ പറയുന്നത്. അപ്പൊ അവർ ദുർബലരാണെങ്കിൽ ഈ ദുർബലരായ ആൾക്കാരെ പോയിട്ട് പരിഹസിക്കേണ്ട കാര്യമുണ്ടോ? അവര് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? അവരെന്ത് ചെയ്താലും അവർ ദുർബലല്ലേ? അവര് ദുർബല. ഇവിടെ അങ്ങനെ ചോദിക്കുന്നത്, ഈ ദുർബല യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർക്കുമോ? അപ്പൊ അവരാരും പറഞ്ഞിട്ടില്ല ഇതൊന്നും. ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് പണി തീർക്കുമെന്നോ ഞങ്ങളിവിടെ അത്ഭുതം ചെയ്യാൻ പോകുന്നു ഒന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കണ്ടു നിന്ന ശത്രു തന്നെയാണ് ഇതൊക്കെ അങ്ങോട്ട് പറയുന്നത്.
അപ്പൊ ശത്രുവിന് എന്തുകൊണ്ട് ഇത് പറയാൻ തോന്നുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ അവരിത് പണിയുന്നു എന്ന് കേട്ടപ്പോൾ ഇവർക്ക് ഭയം തുടങ്ങി. ഹാലേലൂയ. അപ്പൊ ഇവര് പണിത് കഴിഞ്ഞാൽ ഇവര് യാഗം കഴിക്കുന്നതിനെ കുറിച്ചൊന്നും യഹൂദന്മാർ ഇവിടെ മിണ്ടിയിട്ട് പോലുമില്ല. അപ്പൊ ഇവർക്കറിയാം ഇവരുടെ ഒരു പണി തീർന്നാൽ അവിടെ ഒരു യാഗം കഴിക്കൽ ഉണ്ടാകുമെന്ന്. ഹാലലിയ. അവിടെ ഒരു പ്രാർത്ഥന ഉണ്ടാകുമെന്ന്. അവരുടെ ഹാലലിയ ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുന്ന ഒരു ചടങ്ങുകളോ നടക്കുമെന്ന് ഇവർക്കൊരു ഉറപ്പുണ്ടെന്ന് അതിനെയാണ് ഇവർ ഭയപ്പെട്ട. ഇവർ അവിടെ ഒരിടത്ത് പോലും നെഹമ്യ വന്നിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പണിയാൻ പോവാ, പണിഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ യാഗം കഴിക്കും, അത് കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ അത് ചെയ്യും, ഇത് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതെല്ലാം പറയുന്നത് ശത്രു തന്നെയാണ് പറയുന്നത്. ഹാലിൽ അവരെ എങ്ങനെയൊക്കെ ഡിസ്കറേജ് ചെയ്യാം, എങ്ങനെയൊക്കെ അവരെ ഹാല് നിന്ദിക്കാം, അത് ചെയ്യുന്ന. അമ്മ എന്റെ 2:10 ഒന്ന് വായിക്കുന്നു സിസ്റ്ററെ. 2:10. ഹോരോന്യനായ സൻബലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രയേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടം. അപ്പൊ ശത്രുവിന്റെ അനിഷ്ടം എന്താന്ന് വെച്ചാൽ ദൈവമക്കൾക്ക് ഗുണം ചെയ്യാനായിട്ട്, ദൈവമക്കളുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഏറ്റെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് ലീഡ് ചെയ്യാനായിട്ട്, അവരെ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ട് ഒരാൾ വരുന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടം, ശത്രു ഏറ്റവും അനിഷ്ടമായി തോന്നി. 17 വാക്യം ഒന്ന് വായിക്കാം. അതിന്റെ 19 വാക്യം. എന്നാൽ ഹോരോന്യനായ സൻബലത്തും അമ്മൂന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗേശമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവിടെ വീണ്ടും അവിടെ അവര് നിന്ദിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യാണ്. എന്നിട്ട് ചോദിക്കുന്ന നിങ്ങൾ രാജാവിനോട് മത്സരിക്കാമെന്ന്. ആക്ച്വലി ഹാലേലിയ ഇവിടെ നെഹമ്യാവ് വന്നത് എങ്ങനെയാ? രാജാവിന്റെ പെർമിഷനോട് കൂടെ വന്നേക്കുന്നത്. രാജാവ് അതുപോലെ ഈ പണി തടസ്സപ്പെട്ട് പോകുന്ന വഴിക്ക് അവർക്ക് ഇത് ചെയ്തു കൊടുക്കുക, അത് എന്നൊക്കെയുള്ള കത്തെല്ലാം വാങ്ങിയിട്ട് നെഹമ്യ വന്നേക്കുന്നത്. എന്നിട്ടും നെഹമ്യാവിനെ ശല്യപ്പെടുത്താനായിട്ടും പിന്തിരിപ്പിക്കാനായിട്ടും ഇവർ ഒരുപാട് പദ്ധതി ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. ദൈവമക്കളുടെ നമ്മുടെ ഓരോ ജീവിതത്തിലും നമ്മൾ കാണുന്ന, നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിന് എങ്ങനെയും ശത്രു എന്താ വെച്ചാൽ പല വാക്കുകൾ കൊണ്ടും ഇവരെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതായിട്ട്. 4 വാക്യം തുടങ്ങിയിട്ടൊന്ന് വായിക്കുക സിസ്റ്ററെ. 4-5. രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ 4-ാം അധ്യായത്തിന്റെ 4-5. ഓക്കെ. ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു. അവരുടെ നിന്നെ അവരുടെ സ്വന്തം തലയിലേക്ക് തിരിച്ച് പ്രവാസദേശത്തിൽ അവരെ കവർച്ചക്കേൽപ്പിക്കണമേ. പണിയുന്നവർ കേൾക്കെ അവർ നിന്നെ കോപിപ്പിച്ചിരിക്കയാൽ അവരുടെ അകൃത്യം മറക്കരുതേ. അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകുകയും അരുതേ. ആമേൻ, സ്തോത്രം. ഹാലേലൂയ. ഇവിടെ പറയുന്ന അപ്പം നെഹമ്യാവ് ഇവരോട് എന്തെങ്കിലും ശത്രുത്തിന് എന്തെങ്കിലും വഴക്കുണ്ടാക്കാനോ വല്ലതും ചെന്നോ? ഇല്ല. കാരണം നെഹമ്യാവിനെ അയച്ചത്, നെഹമ്യാവ് പ്രാർത്ഥിച്ച് നെഹമ്യാവിന് വേണ്ടി പ്രവർത്തിച്ച ദൈവമാണ്. നെഹമ്യാവിന് ഒരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നെഹമ്യാവ് എപ്പോഴും ആ ശത്രു എന്തൊക്കെ പറയുമ്പോഴും അവരെ എതിർത്ത് പറയാനോ അവരോടൊന്നും പറയാനില്ല. ദൈവത്തോട് തന്നെ ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. ഇവിടെ പറയുന്നത് ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാർ ആയിരിക്കുന്നു. കാരണം ഇവര് നിന്ദിച്ചത് ഇവരെ യഹൂദന്മാരെ നിന്ദിച്ചതാണ്. ദൈവം ഒരു കാര്യത്തിന് നമ്മുടെ ഇറങ്ങി പുറപ്പെടാൻ, ദൈവം ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പോകുന്ന സമയത്ത് അത് ചെയ്യുന്ന സമയത്ത് നമ്മളെ ആരെങ്കിലും നിന്ദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളെ അല്ല നിന്ദിക്കുന്നത്. ആണോ? സിസ്റ്റർ ഇപ്പം ദൈവം ഓർമ്മിപ്പിച്ചു, ദൈവം അയൽപ്പിച്ച് കുറച്ചിടത്തേക്ക് ട്രാക്ട് കൊടുക്കാനായിട്ട് ഇറങ്ങിയെന്നിരുന്നോട്ടെ. ഈ ട്രാക്ട് കൊടുക്കാനായിട്ട് ഇറങ്ങിപ്പോയിട്ട് ഇത് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, ഇവർക്ക് രാവിലെ ഇവർക്ക് ഇറങ്ങിയേക്കെന്നൊക്കെ പറഞ്ഞിട്ട് നിന്ദിക്കാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുകയാണെങ്കിൽ സാറാമസ് അതൊക്കെ കേട്ടിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് ചിലപ്പോൾ വിഷമത്തോടെ മട്ടങ്ങി വരും. അപ്പൊ ആ നിന്ന യഥാർത്ഥത്തിൽ ആരെ നിന്ദിക്കുന്ന വെച്ചാൽ സാറാമ എന്ന വ്യക്തിയല്ല അവര് നിന്ദിക്കുന്നത്. സാറാമസ് ചെയ്ത പ്രവൃത്തിയെ നിന്ദിച്ചത്. ആ പ്രവൃത്തി ആർക്ക് വേണ്ടി ചെയ്തത് വെച്ചാൽ ദൈവത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തി. അത് ഈ ട്രാക്ട് കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് വല്ല പേഴ്സണൽ ബെനിഫിറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല അല്ലെ? നമുക്ക് പേഴ്സണൽ ബെനിഫിറ്റ് അല്ല. അവിടെ ദൈവം നമ്മളെ ഏൽപ്പിച്ചൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് നമ്മൾ ചെയ്ത കാര്യം. അപ്പൊ ആ ആരെ നിന്ദിക്കുന്ന ചോദിച്ചാൽ ദൈവത്തെ നിന്ദിക്കുന്നത്.
അതുകൊണ്ട് ഇവിടെ നെഹമ്യാവ് ഇവരോടൊന്നും തിരിച്ചു പറയും, പക്ഷെ ദൈവത്തോട് തന്നെ പറയുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ, ഞങ്ങൾ നിന്ദന്മാരായിരിക്കുന്നു. അവരെ നിന്നയെ അവരെ സ്വന്തം തലയിലേക്ക് തിരിച്ച് പ്രവാസത്തിൽ നിന്ന് അവരെ കവർച്ചയ്ക്ക് ഏൽപ്പിക്കണമേ. അന്നത്തെ കാലത്തെ പ്രാർത്ഥനയൊക്കെ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ചെയ്യുന്നതിനും അവർക്ക് പ്രതിഫലം അവരെ നിന്ദിച്ച് അവരെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കണേന്നൊക്കെ. പക്ഷെ ഇന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള വകുപ്പില്ല. യേശുക്കർത്താവ് പറഞ്ഞ പോലെ ദൈവമേ അവരെ അറിവില്ലാതെ ചെയ്യുന്ന അവരോട് ക്ഷമിക്കണമേ. ഹാലലുയ. നമുക്കാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്, അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഹാലലുയ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശത്രുവിനെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ വിരോധം വെച്ചുകൊണ്ട് പെരുമാറുന്ന ശത്രുക്കളെ അനുഗ്രഹിക്കണം. നമുക്ക് ആകപ്പാട് ഒരു ശത്രുവേ ഉള്ളൂ, അത് മനുഷ്യരോടല്ല നമ്മുടെ പോരാട്ടം. ഇവിടെ തോബിയാവും സൻബല്ലത്ത് നിൽക്കുന്നത് പിശാചിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട്. അവർ പക്ഷെ പിശാചിനോടല്ല, അവർ തോബിയാവിനും സൻബല്ലത്തിനോട് തന്നെ എതിരെടുത്തത്. പക്ഷെ നമ്മളോടാണെങ്കിൽ ദൈവം പറയുന്നതെന്ന് വെച്ചാൽ, ആ നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾ കാണല്ലേ, വ്യക്തിയുടെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയെ കണ്ടുകൊണ്ട് അവനോട് നിങ്ങൾ പോരാടുന്ന വ്യക്തിയോടല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മുടെ നേരെ പല നിന്നേ നമ്മളൊക്കെ എത്ര കേൾക്കും, ഡെയിലി എന്തെല്ലാം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ പരിഹാസമായി മാറുമ്പോൾ, നിന്ദയായി മാറുമ്പോൾ നമ്മുടെ ഹാലയില ബലഹീനതയിൽ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് പോലും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവരോട് അവരറിവില്ലായ്മ പറയുന്നത് അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് വകുപ്പുള്ളൂ. ഇവിടെ സൻബലത്തും പക്ഷെ നെഹമ്യാവ് അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്. നെഹമ്യാവിന് അന്നത്തെ അതനുസരിച്ച് ന്യായപ്രമാണം അനുസരിച്ച് നെഹമ്യാവിന്റെ പ്രാർത്ഥന റൈറ്റ് ആണ്. ഇവിടെ പറയുന്നത് നിന്ദമായിപ്പോയി അവരെ നിന്ന് അവരുടെ തലയിലേക്ക് തിരിച്ച് പ്രവാസത്തിലെ അവരെ കവർച്ച കേൾപ്പിക്കണമേ. പഴയുന്നവർ കേൾക്കി അവർ എന്നെ കോപിച്ചിരിക്കൽ അവരുടെയും അകൃത്യം മറക്കരുത്, അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകുകയും വരുത്. അങ്ങനെ ഞങ്ങൾ പണിതു. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ. നമ്മൾ പക്ഷെ ഡിസ്കറേജ്മെന്റ് വരുന്ന സമയത്ത് നമ്മുടെ നേരെ പലപ്പോഴും ഹല്ലേലൂയ നിന്നെയും പരിഹാസം നമ്മളാണ് എന്ത് ചെയ്യുന്നറിയാ, നമ്മുടെ ചുറ്റും നിന്ന് ഇങ്ങനെ എല്ലാം പറയുമെന്ന് വെച്ചാ ഇവരിത്രേ നിന്ദിക്കുന്നതല്ലേ, പണി അങ്ങ് നിർത്തിയേക്കാം, ഇട്ടിട്ട് പോയേക്കാമെന്ന് ചിന്തിക്കും പലപ്പോഴും. പലപ്പോഴും നമ്മളൊക്കെ തന്നെ ചിന്തിച്ചിട്ട് ഞാനൊക്കെ പലപ്പോഴും വിചാരിച്ചു പ്രാർത്ഥന അങ്ങ് നിർത്തിയേക്കാമെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹാലലിയ വെറുതെ കുത്തിയിട്ട് എത്ര നാളായി തുടങ്ങിയിട്ട് വെറുതെ പ്രാർത്ഥിക്കുന്ന എന്തിനാന്നൊക്കെ പലപ്പോഴും മനസ്സപ്പോഴും. പക്ഷെ അന്നേരമൊക്കെ എൻ്റെ മനസ്സിലെങ്ങാണ് ആ ചിന്ത എങ്ങനെ കടന്നു വന്ന ഉടനെ ദൈവം എന്ന് വെച്ചാൽ എന്നെ ഉറപ്പിക്കുന്നത് വെച്ചാൽ ആരെങ്കിലും ഒരാളോടുണ്ട് എന്നോടൊരു ദൂത് പറയിക്കും. അല്ല ഇത് ദൈവത്തിൻ്റെതാണ്, ഇത് ആന്റിയുടെ അല്ല, ഇത് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ആന്റി ഇത് നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത്, ഇത് തുടങ്ങിയ ദൈവമാണ്, പേരിട്ട ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആണെങ്കിൽ എനിക്ക് നിർത്താനായിട്ട് അവകാശമില്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഹല്ലേലൂയ ഇരുന്ന് ഉണർന്ന് പ്രാർത്ഥിക്കാനും നടത്തിക്കൊണ്ട് പോകാനും ശ്രമിക്കും. ഇത് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെതായതുകൊണ്ട് ഇതിന്മേൽ എനിക്ക് അവകാശമില്ല എന്ന് പലപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കാൻ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ 38-39 വാക്യം ഒന്ന് വായിക്കും. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇവിടെ നമ്മുടെ നെഹമ്യാവിനെ കണ്ടു കഴിഞ്ഞാൽ നെഹമ്യാവിന്റെ നേരെ നിന്നയും പരിഹാസവും എല്ലാം വന്നപ്പോൾ നെഹമ്യാവ് അവിടെ തോറ്റില്ല. നെഹമ്യാവ് അവിടെ പിന്മാറില്ല. കാരണം നെഹമ്യാവിന് ഒരു കാര്യം അറിയാം, ഞാൻ മാസങ്ങളോളം ഇരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവസന്നെ കരഞ്ഞു. ദൈവത്തിന്റെ മനസ്സലിഞ്ഞ് ദൈവം രാജാവിനോട് കൽപ്പിച്ച് എനിക്ക് പെർമിഷൻ തന്ന് വീണ സാധനങ്ങളൊക്കെ തന്ന് എന്നെ ഇവിടേക്ക് ഇത് അയച്ചത്. ആരെങ്കിലും രണ്ട് വാക്ക് പറയുന്ന കേൾക്കുമ്പോൾ പിന്മാറിപ്പോകാനുള്ളതല്ല. ഞാൻ വന്നത് ഈ മതിൽ പണിയാനാണെങ്കിൽ ഇത് പണിഞ്ഞ് തീർക്കുക തന്നെ ചെയ്യുമെന്ന് സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിച്ച് തരുമെന്ന് നെഹമ്യാവിനൊരു ഉറപ്പുണ്ടായിരുന്നു. അവിടെ പറയാം നമ്മുടെ പുതിയ നിയമത്തിൽ നമ്മുടെ വിശ്വാസം പറഞ്ഞാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറിപ്പോകുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേൾക്കുമോ, നമ്മൾ പിന്മാറിപ്പോവുകയാണെങ്കിൽ നമ്മളോട് ദൈവത്തിന് പ്രസാദമില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് വിശ്വാസത്താൽ കാണുന്നതിനെയല്ല കാണാത്തതിനെ. അപ്പൊ നമ്മുടെ മുമ്പിൽ അത് ചിലപ്പോൾ ഒന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല, കണ്ണിൽ കാണത്തക്ക ഒന്നും ഇല്ലെങ്കിലും പക്ഷെ വിശ്വാസത്താൽ ജീവിക്കുന്ന നമ്മൾ വിശ്വാസക്കെട്ടാൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകണം. അവിടെ പറയുന്നത് പിന്മാറിപ്പോകുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന ഒരു കൂട്ടത്തിലല്ല, വിശ്വസിച്ചു ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ അത്രേ ആകുന്നു.
അപ്പൊ നമ്മുടെ ഹാലേലിയ ആമേൻ ജീവന്റെ രക്ഷയൊക്കെ എങ്ങനെയാ വരുന്നത്? വിശ്വാസത്താലാണ്. ഹാല നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂലം വന്നാലും, അല്ല എത്ര ആൾക്കാർ ചുറ്റുപാട് നിന്ദിച്ചാലും, അല്ല ഇവരൊക്കെ അവര് പറയുന്ന വാക്കുകൾ ഹാലെ നമ്മൾ അതിന്റെ ഒന്ന് ശരിക്കും ഡെപ്തിലേക്ക് പോയിക്കാൻ മനസ്സിലാകും. ആമേ ഹാലേലി എന്താ പറയാ, ഇത് ഏതെങ്കിലും ഒരു കുറുക്കൻ കയറിയാൽ പോലും വീഴും. ഹാലലൂയ. അവരുടെ പണിയെ അവർ അത്രത്തോളം അപമാനിക്കുകയെ ചെയ്യുന്നു. നമ്മളിവിടെ ഒരു വീട് വെക്കാന്ന് വെച്ചോട്ടെ, വലിയ കാര്യത്തെ നമ്മൾ വീട് പണിയാ, മതിലൊക്കെ പോട്ടെ, ഒരു വീട് പണിയാന്ന് വെച്ചാൽ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കെട്ടിടത്തിനൊക്കെ ഒരാൾ വന്നിട്ട്, ഹോ നിങ്ങളിത് എങ്ങനെ പണിഞ്ഞാലും ഇത് മുകളോട്ട് പൊങ്ങത്തില്ല, അതിന് മുമ്പ് തിരിഞ്ഞ് താഴെ വീഴും. 10 പ്രാവശ്യം ഇത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പണി നിർത്തി വെക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് മടുക്കും. നമ്മുടെ അപ്പൊ നമ്മൾ ഹാലേലിയ ദൈവസഭയുടെ പണിയിലാണ് നമ്മൾ ഓരോരുത്തർ നിൽക്കുന്നത്. ഇടിഞ്ഞു കിടന്ന മതില് ഹാലയില്ല, ശത്രു എപ്പോഴും ആക്സസ് ഉള്ള ഒരു സ്ഥലമായിട്ടാണ്. അങ്ങനെയുള്ള ചില ഇടിഞ്ഞു കിടക്കുന്ന മതിലുള്ള ഭവനങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ, ആ ഭവനങ്ങളുടെ മതിലിന് പണിയാനായിട്ട് നമ്മളത് ഏൽപ്പിച്ച് നമ്മളത് ഹാലില് പണിയാണ്. എന്താ വെച്ചാൽ ശത്രുവിന് കയറാൻ കഴിയാതെ വണ്ണം മതില് ഹാലിലെ കെട്ടി ഉറപ്പിച്ച് ഹാലേലിയ അതിന്റെ വിടവെല്ലാം നികത്തി ഗ്യാപ്പ് കിടക്കുന്ന ഫില്ല് ചെയ്ത് ഹാലേലിയ. അപ്പൊ നമ്മളെ ഹാലയിൽ ഒരു മതിലിന്റെ പണിക്കായി നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ ശത്രു ഇതുപോലെ പല തന്ത്രങ്ങളും നമ്മുടെ നേരെ എതിർക്കും. ശത്രുവിന്റെ കയ്യിൽ തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അതിൽ നിന്ന് നമ്മളെ മടുപ്പിക്കാനായിട്ട് അത് നിർത്തിവെക്കാനായിട്ട് അപ്പൊ അവര് പറയുന്നതെല്ലാം നമ്മുടെ ബലഹീനതകളെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ, നമ്മുടെ ബലഹീനതകളെ അല്ല, നമ്മുടെ ബലത്തെയാണ് അവർ ഭയപ്പെടുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ ഭാഗം വായിക്കാൻ ചില സമയത്ത് എനിക്ക് ചിരി വരും. കാരണം വെച്ചാ ഇവർക്കെന്താ പണിഞ്ഞാല് കുറുക്കൻ കയറിയാൽ വീഴുമെങ്കിൽ പിന്നെ ഇവര് അതിനെക്കുറിച്ച് ബോധരേണ്ട ആവശ്യമുണ്ട്. അവരങ്ങ് പോയാൽ പോരെ. കാരണം ഇവര് കെട്ടിയാലും എത്ര പണിഞ്ഞാലും അത് നിലനിൽക്കത്തില്ല. അത് പൊളിഞ്ഞു പോവുമെങ്കിൽ എന്തിനാ അതിന്റെ പിന്നാലെ പോകുന്നത്? അതിന് പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ ഇവര് പറയുന്നത് വേറൊന്ന്, പ്രവർത്തിക്കുന്ന വേറൊന്ന് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഉള്ള ശത്രു എപ്പോഴും എങ്ങനെയാണെന്നറിയാം. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ കണ്ട ഇസ്രായേൽ ജനം പെറ്റു പെരുകിയപ്പോൾ ശത്രു അവരെ ഭയപ്പെട്ടപ്പോൾ അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ നേരെ ഒരു പീഡ, നമ്മുടെ നേരെ ഒരു നിന്ദ, നമ്മുടെ നേരെ ഒരു പരിഹാസത്തിന്റെ വാക്ക് വരുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, നമ്മൾ ബലഹീനരായത് കൊണ്ടല്ല അത് വരുന്നത്, നമ്മളെ അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ് വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ഭയമില്ലെങ്കിൽ, നമ്മൾ ബലഹീനരല്ല എങ്കിൽ ആണ് അവർ നിന്ദിക്കുന്ന. നമ്മുടെ ഭയമില്ലെങ്കിൽ അവർ നമ്മളെ നിന്ദിക്കത്തില്ല, നമ്മളെ മൈൻഡ് ചെയ്ത പോലുമില്ല. ഒരാളുടെ വായിന്നെങ്കിൽ ഒരു വാക്ക് നമ്മുടെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ, അവൻ നമ്മളെ തകർത്ത് കളയുന്ന രീതിയിൽ വരുന്നെങ്കിൽ അതിനകത്ത് ചിന്തിച്ചോണം, ശത്രു നമ്മളെ ഭയപ്പെടുന്നു, ശത്രു നമ്മളെ എങ്ങനെയും ഒതുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും നമുക്കത് മനസ്സിലാകത്തില്ല കേട്ടോ. നമ്മൾ വിചാരിക്കും പിന്നെ എന്നാലും നമ്മുടെ മനസ്സിലല്ലേ ഏതോ ഒരു ഭാഷ പറഞ്ഞേക്ക്, എന്തൊക്കെ പറഞ്ഞാലും എന്നാലും എന്ന് വെച്ചാൽ എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ, എന്നാലും എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ, എന്നാലും അങ്ങനെ ചെയ്തില്ലേ, ഈ എന്നാലും എന്നുള്ളത് നമ്മൾ എടുത്തങ്ങ് കളയണം. കാരണം ശത്രു നമ്മളെ ഭയപ്പെടുന്നുണ്ട് പലപ്പോഴും നമ്മുടെ നേരെ നിന്നയും പരിഹാസവും നമ്മളെ ബലഹീനരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നെന്ന് മനസ്സിലാക്കുക. 6 വാക്യം വായിക്കുക സിസ്റ്റർ. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കാനും. അല്ലല്ല, നെഹമ്യാവ് 4:6. അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു, വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നത് കൊണ്ട് മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർത്തു. അവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അതിന്റെ റിസൾട്ട് എന്താണെന്നാ നമ്മൾ ഓർക്കേണ്ടത്. ഹാലേലിയ. അപ്പൊ നമ്മുടെ ഹാലേലിയ പലപ്പോഴും ശത്രുവിന്റെ നമ്മളെ നേരെ വരുന്ന അറ്റാക്കുകൾ നമ്മുടെ നേരെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് തകർത്ത് കളയാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവിടെ നെഹമ്യാവും കൂട്ടർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരതൊന്നും മൈൻഡ് ചെയ്തേയില്ല. അവർ മതിൽ പണിത് എന്നിട്ട് ഉത്സാഹം ഉണ്ടായതുകൊണ്ട് അവർ വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായത് മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർത്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്സാഹം ഉണ്ടാകണം. ചുറ്റുപാട് നിൽക്കുന്നവർ എന്ത് വേണേലും പറഞ്ഞുകൊള്ളട്ടെ. ചുറ്റുപാട് നിൽക്കുന്നവർ എന്തൊക്കെ നിന്ദിച്ചാലും എന്തൊക്കെ പരിഹസിച്ചാലും എങ്ങനെയൊക്കെ നമ്മൾ താഴ്ത്താൻ നോക്കിയാലും നമ്മുടെ ഉള്ളിലൊരു ഉത്സാഹം ഉണ്ടാകണം. ഞാൻ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും, ഞാനിത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വേല ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ അത് ഞാൻ വിശ്വസ്തയോടെ ചെയ്യും. അതിനെ തകർത്ത് കളയാൻ, അതിനെ മുടക്കം ആരൊക്കെ എന്തൊക്കെ പരിഹസിച്ച് നമ്മൾ അതിനെ മുടക്കം വരുത്താനായിട്ട് ഞാൻ ആരെയും അനുവദിക്കത്തില്ല.
ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ അവർ ഉത്സാഹം, ഇവർ ഇത്രയും നിന്ന കേട്ടപ്പോൾ നമ്മളാണെങ്കിൽ ഇത്രയും നിന്നയും പരിഹാസം കേൾക്കും, ഇത്ര ഉത്സാഹത്തോട് പണിഞ്ഞത് ഏത് ദിവസം. കാരണം പിന്നെയും നമ്മൾ താത്തു വെക്കും, പിന്നെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കും, പിന്നെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നല്ല. ഇവിടെ നെഹമ്യാവിനെ കണ്ട് പഠിക്കേണ്ട, നെഹമ്യാവിനെ കുറിച്ച് നമുക്ക് ശരിക്കും പഠിക്കാനുണ്ട്. 1-ാം അധ്യായത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാം, എത്ര പ്രസംഗങ്ങൾ പ്രസംഗിച്ചാലും തീരാത്ത കണക്കിന് നെഹമ്യാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇവിടെ നെഹമ്യാവിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നെഹമ്യാവിൽ നിന്ന് പഠിക്കേണ്ട കാര്യം, ഒരു സൈഡിൽ നിന്ന് നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു, അവരെ കൂകി വിളിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നെന്ന് വെച്ചു. പക്ഷേ ഇപ്പുറത്ത് എന്താ ചെയ്യുന്നത്? ഉത്സാഹത്തോടെ അവരുടെ പണി സ്വർഗത്തിലെ ദൈവത്തോട് പരാതി പറയുന്നെങ്കിലും അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ പണിയെ തടസ്സപ്പെടുത്താനായിട്ടുള്ള സാധ്യത ഉത്സാഹത്തോടെ അവിടെ അങ്ങനെ തന്നെ എഴുതിയേക്കുന്ന അങ്ങനെ ഞങ്ങൾ മതിൽ പണിത് വേല ചെയ്യാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നത് കൊണ്ട് മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർന്നു. ശത്രുവിന്റെ നിന്ദയും പരിഹാസവും ഒക്കെ വന്നപ്പോൾ അവരെ ഉത്സാഹത്തെ കെടുത്തിയില്ല, അവരുടെ പണിയെ തടസ്സപ്പെടുത്തിയില്ല. അവരെ ഏൽപ്പിച്ചതിനെ അവര് വിശ്വാസത്താൽ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന എഴുതിയിരിക്കുന്ന പോലെ അവരവരുടെ വിശ്വാസത്താൽ തന്നെ അവിടെ പണി ഉണ്ടായി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം മൈൻഡ് സെറ്റപ്പ് എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരെ വരുന്നതിനെയൊക്കെ എല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് ആ പണിയെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. 7-8 വാക്യങ്ങളൊന്ന് വായിക്കാം. യെരുശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും അരാബ്യരും അമ്മോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. യെരുശലേമിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെയും ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. അപ്പൊ ഇപ്പൊ ആൾക്കാരുടെ എണ്ണം കൂടി, ശത്രുവിന്റെ എണ്ണം കൂടി. എന്താ? മതിൽ പകുതി വരെ പൊക്കം വന്ന് കെട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേന് ശത്രു ആദ്യം തോബിയാവും സൻബലത്തിനും മാത്രമേ അവിടെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴവിടെ യെരുശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും അരാബ്യരും അമോനിയരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം. അപ്പൊ 2-3 കൂട്ടരും കൂടെ കൂടി. എന്താ? എങ്ങനെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താമെന്നുള്ള കൂടിയിട്ടെന്നറിയാം. എന്നിട്ട് കേട്ടവർക്ക് മഹാകോപം ജനിച്ചു. യെരുശലേമിന്റെ നേരെ യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തണം അവരൊക്കെ ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. അപ്പോൾ ശത്രുക്കളെല്ലാം കൂടി ഒന്നിച്ചു കൂടുകയാണ് ചെയ്യുന്നത്. എന്തിനെതിരെയാ? ദൈവത്തിന്റെ ഒരു പ്രവൃത്തിക്കെതിരെ. ഇന്ന് നമ്മൾ കാണുന്ന അങ്ങനെ തന്നെയല്ലേ ദൈവസഭയുടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഗവൺമെന്റിന്റെ മറ്റൊരു മറിച്ച് എല്ലാം ഒന്നിച്ചുകൂടി പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു. എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുകയാണ്. എന്താ? തടസ്സപ്പെടുത്തണം. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയും, നമ്മുടെ വാതിൽ തുറന്ന്, സുവിശേഷത്തിന്റെ വാതിൽ തുറന്ന കർത്താവ് യേശുക്രിസ്തു ആണെങ്കിൽ അത് അടച്ചു കളയാൻ ആർക്കും സാധിക്കത്തില്ല. സാധിക്കുമായിരുന്നെങ്കിൽ 2026 വർഷം തൊട്ട് തുടങ്ങിയത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഹല്ലേലൂയ അപ്പോസ്തലന്മാർ എഴുന്നേറ്റ് അന്ന് തുടങ്ങിയിട്ട് യേശു കർത്താവിനെ കുറിച്ച് സുവിശേഷം പറയാൻ തുടങ്ങിയ സമയം തുടങ്ങിയിട്ട് അതിനെ അടിച്ചമർത്താനും അടച്ചു കളയാനും ശ്രമിച്ചിട്ടും ഇന്ന് വരെ അത് സാധിച്ചിട്ടില്ല. ഓരോരുത്തരത്ത് ഹല്ലേലൂയ ഇന്നും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ നാമം എത്തുമെന്നും ഹല്ലേലൂയ സുവിശേഷം വ്യാപരി കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു ലോകത്തിന്റെ അറ്റത്തോളം തന്നെ എത്തിക്കൊണ്ടേയിരിക്കണം. അവർ എത്രയൊക്കെ പ്രതികൂലങ്ങൾ ഉണ്ടാക്കി, എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നാലും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം ഇറാനിലൊക്കെ ആണെങ്കിൽ അവിടെ ബൈബിളിലുള്ള യേശുവിനെ പ്രാർത്ഥിക്കുകയൊക്കെ പിടിച്ച് ജയിലിൽ. പക്ഷെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ അവിടെയാണ്. ഏറ്റവും കൂടുതൽ അണ്ടർഗ്രൗണ്ട് ചർച്ചിൽ ചൈനയിലൊക്കെ ഉള്ളത്. കാരണം എവിടെയൊക്കെയാണ് ഇത്രയും പ്രതികൂലം നിൽക്കുന്നത് അവിടെയെല്ലാം ഹല്ലേലൂയ. അപ്പൊ ശത്രുക്കളെല്ലാം ഒരുമിച്ച് എഴുന്നേൽക്കുക. അവർക്ക് മഹാരോഷം. ഇവിടെ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ ഇവിടെ അവർക്ക് എന്താ യേശുവിനെ മതി സൻബലത്തും തോബിയ അമ്മോന്യ അസ്തോദ്യർ അവർക്ക് മഹാകോപം ജനിച്ചു. ഇവിടെ പറയുന്നത് മഹാരോഷം, മഹാകോപം. ഞാൻ എപ്പോഴും പറയും ബൈബിളിൽ ഒരു കാര്യം മഹാ എന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്തെ. അപ്പൊ ഇവരുടെ കോപത്തെ കുറിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി വലിയ കോപം ഇവർക്ക് കാരണം എന്താ? ഇവരെല്ലാവരും ഒന്നിച്ചു കൂട്ടുകെട്ടുണ്ടാക്കി എന്താ യുദ്ധം ചിരിച്ചെന്ന് അവരെ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ അവിടെ നമ്മൾ കാണുന്നത് ഇവരെ തന്നെ പറഞ്ഞ് ഈ ബലഹീനരായ യഹൂദന്മാര് ഹല്ലേലൂയ ഇവിടെ നിൽക്കുന്ന ഒരു കൂട്ടർ ബലഹീനരാന്ന് അവർ തന്നെ പറയുന്നത്. ഈ ബലഹീനരെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു 4-5 ടീം ഒന്നിച്ചു കൂടുക.
ഹാലലൂയ. അപ്പൊ ഇവര് പറയുന്ന ബലഹീനതയല്ല ഇവരുടെ ബലം എന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഇവർക്കൊരു കാര്യം അറിയാം. യഹൂദന്മാരെ തോൽപ്പിക്കുക. നമ്മുടെ എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മുടെ ഈ എന്താ പറയാ, കൂട്ടുകെട്ടുണ്ടാക്കിയ ദൈവജനത്തിന് വിരോധമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കിയ ഹാലയില് എന്തുവാ അയാളുടെ ഭാര്യ ആമേൻ. തന്നെ പറയുന്നത്, തേരസ് തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ യഹൂദനാകിയാൽ അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഹാലേലിയ. അവൻ യഹൂദനായി. യഹൂദൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അവരെന്തിന്, അവരെ കുറിച്ച് അറിയാം. അവർക്കൊരു പ്രമാണമുണ്ട്. അവർക്ക് ചിട്ടയായ ഒരു പ്രാർത്ഥനയുണ്ട്, ചിട്ടയായ ഒരു ഉപവാസമുണ്ട്. ഹാലലിയ. ആമീൻ. ഇവിടെ പറയാം അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്നല്ല. അപ്പൊ ഇവിടെ യഹൂദന്മാർ യഹൂദന്മാരെന്നൊക്കെ ഇവർ പറയുന്നെങ്കിലും ഇവർക്കൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു. ഇവരൊരു കാര്യം തുടങ്ങി വെച്ചാൽ അത് പൂർത്തിയാക്കും. അപ്പൊ എങ്ങനെയല്ലേ ആ പണിയെ തകർക്കണം. അപ്പൊ വാക്കുകൊണ്ട് ഇവരെ ബലഹീനരെന്നും കൊള്ളരുതാതെ പുച്ഛിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ ഉള്ളത്തിൽ അവർക്കൊരു കാര്യം ഉറപ്പായിരുന്നു, ഇവർ തുടങ്ങിയാലോ അവർ പൂർത്തീകരിക്കും. ദൈവസഭയിൽ ദൈവ മക്കളെ ഞാൻ പറയാം, നമ്മൾ നോക്കുമ്പോൾ, പുറമേ നിന്ന് നോക്കുമ്പോൾ മറ്റു പലരും കാണും നമ്മൾ ബലഹീനരാണ് പല സ്ഥലത്തും എന്ന് തോന്നില്ല. പക്ഷെ അവർ ഉള്ളത്തിൽ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ പ്രാർത്ഥന അവർ ഭയപ്പെടുന്നുണ്ട്. നമ്മുടെ ഉപവാസത്തെ അവർ ഭയപ്പെടുന്നുണ്ട്. നമ്മുടെ ഉപവാസം കഴിഞ്ഞപ്പോൾ വലിയൊരു പ്രതികൂലം നമ്മുടെ മുമ്പിലേക്ക് വരുമെന്ന് എനിക്ക് വിജയപാസ്റ്റനോട് ഇന്ന് പറഞ്ഞത്. അപ്പൊ ആ പ്രതികൂലം പലപ്പോഴും ഈ പ്രാർത്ഥന കൂട്ടായ്മ തന്നെ തകർത്ത് ചിതറിച്ച് കളയുന്ന പോലെ ചില ശത്രുവിന്റെ പദ്ധതികൾ വെളിപ്പെടും. പക്ഷേ ഇത് മുന്നമേ പറഞ്ഞിരുന്നിട്ട് പോലും നമ്മുടെ ജീവിതത്തിൽ ചെറുതായിട്ടെങ്കിൽ അതിന്റെ ചില കാറ്റുകളൊക്കെ അടിച്ചു എന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നിർത്തിക്കളയാൻ വേണ്ടിയിട്ട്, ഇത് തകർത്ത് കളയാൻ വേണ്ടി ശത്രു എന്തുകൊണ്ടാണ് അതിന് പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശത്രു ഭയപ്പെടുന്നത് കൊണ്ട്. ഈ കൂട്ടായ്മ അത് ഭയപ്പെടുന്നത് കൊണ്ട്. കാരണം നമുക്കറിയാം ഈ കൂട്ടായ്മ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് വിഷയങ്ങൾ ദിവസം വെച്ച് പ്രാർത്ഥിച്ചാലും വളരെ അല്പം ഇന്നലെ അൻമോള് ഷെയർ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ ഗ്രൂപ്പിൽ ഇട്ട ആന്റിമാർക്ക് താങ്ക്സ് പറഞ്ഞു. കാരണം അവക്ക് ഇന്നലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മെയിൽ ചെന്നേക്കുന്നു. അവിടുത്തെ അത് ആ മെയിലിനകത്ത് അവള് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡന്റ് ആയിട്ട് ഈ വർഷത്തെ ഈ അക്കാഡമിക് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡന്റ് ആയിട്ട് അവളെ സെലക്ട് ചെയ്തതായിട്ട് ഏറ്റവും നല്ല പെർഫോമൻസ് ആയിട്ട് അങ്ങനെ അവരെ ഒഫീഷ്യലി മെയിൽ അയച്ചിട്ട്. അപ്പൊ ഇന്നലെ അത് സ്ക്രീൻഷോട്ട് എടുത്തതിന് അയച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ കാരണം വെച്ചാൽ അവളുടെ കഴിവിലും മിടുക്കും ഒന്നുമല്ല, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാരണം ഇതിനെക്കാട്ടി നല്ല സമ്പന്നരും നല്ല ബുദ്ധിയുള്ളവരും അല്ലെങ്കിൽ അവിടെ തന്നെ ജനിച്ച് വളർന്നവരും പഠിച്ചവരും ഒക്കെ ഉണ്ടായിട്ടും ഇവിടെ അതിനകത്ത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്താ പറയാ, ഉള്ളു ദൈവ പൈതലാണ്. നമുക്ക് നമ്മുടെ കൂട്ടായ്മയുടെ ഒരു പ്രാർത്ഥന അവൾക്ക് എപ്പോഴും സപ്പോർട്ടാണ്. എവിടെ എന്ത് ചെയ്യുമ്പോഴും എക്സലന്റ് ആയി ചെയ്യാനായിട്ട് അവളെ സഹായിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന അതാണ്. അവളും അത് തന്നെ വിശ്വസിക്കും. കാരണം ദൈവത്തിന്റെ എക്സ്ട്രാ ഫേവർ അവളുടെ മേൽ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ആ ഒരു കൃപയാണ് എവിടെ ചെന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും മുൻപന്തിയിലേക്ക് ദൈവം കയറ്റുന്നത്. പണ്ട് പോകുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അവള് 1.5 മാസം ലേറ്റ് ആയിട്ട് പോകുമ്പോൾ സാറാബോസിന് പ്രാർത്ഥിച്ച് പറഞ്ഞു ഒരു വാക്ക് അന്ന് പോലെ അവള് മുറുകെ പിടിച്ചിട്ടുണ്ട്. പല മുൻപന്മാരെ പിൻപിലാക്കിക്കൊണ്ട് ദൈവം നിന്നെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ന് ഓർമ്മയുണ്ടോ? സാറാബോസിന് ഓർമ്മയുണ്ടോ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് അന്ന് ചെന്നപ്പോൾ തുടങ്ങിയിട്ട് അങ്ങനെ തന്നെ ദൈവം അവള് ഏറ്റവും ലാസ്റ്റ് ചെന്ന് ജോയിൻ ചെയ്തെങ്കിലും അവളെ എല്ലാത്തിലും ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് വന്നപ്പോൾ തുടങ്ങിയിട്ട് അവൾ എപ്പോഴും മുമ്പിൽ തന്നെയായിരുന്നു. ദൈവം ഇന്ന് വരെ മുമ്പിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുപോകും ദൈവത്തിന്റെ കൃപ വീണ്ടും. അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ കൂട്ടായ്മ പ്രാർത്ഥന. ഞാൻ പോലും എപ്പോഴും പറയും, ഞാൻ അങ്ങനെ എണ്ണിപ്പിറക്കി പ്രാർത്ഥിക്കാറൊന്നുമില്ല. പക്ഷേ ഇവിടെ ധാരണ സിസ്റ്റർ അവരൊക്കെ പ്രാർത്ഥിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് മുന്നമേ ദൈവസേന വെച്ച് നല്ല ഫ്രണ്ട്സിനെ കൊടുക്കണേ, നല്ല ചർച്ച് കൊടുക്കണേ, നല്ല റൂം കൊടുക്കണേ, ഇതെല്ലാം എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവം അതെല്ലാം അവർക്ക് സാധിപ്പിച്ചു. അവിടെ ചെന്നപ്പോൾ അതെല്ലാം ദൈവം അതുപോലെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രാർത്ഥന ചെറിയതാണെങ്കിൽ, ഞാൻ പറയാം നമ്മുടെ കൂട്ടായ്മ ഒരു കുഞ്ഞു കൂട്ടായ്മയാണെങ്കിലും ഇതിനുള്ളിൽ വെക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവം അതുപോലെ മറുപടി നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ എന്ത് വിഷയം കൊണ്ട് ദൈവസേന വെച്ച് പ്രാർത്ഥിച്ചാലും അതെല്ലാം ദൈവം സാധിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ദൈവഹിതമല്ലാത്ത പ്രാർത്ഥനകളൊന്നും നമ്മൾ ഏറ്റെടുക്കാറില്ല. അതിന്റെ കാര്യം ഇവിടെ നമുക്ക് ആ വചനത്തിലേക്ക് തന്നെ മടങ്ങില്ല. അപ്പൊ ഇവരെ യുദ്ധം ചെയ്യേണ്ടതിന് അവിടെ യുദ്ധം അവർ പറയുന്ന വാക്ക് ഒരു രാജ്യത്തോട് പടവെട്ടുന്നത് പോലെ ഇവിടെ കുറച്ചു പേര് ചേർന്ന് ഒരു മതിൽ കെട്ടുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ ചെന്ന് യുദ്ധം ചെയ്തിട്ടാണെങ്കിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശത്രു ഉണ്ടാക്കുന്ന കൂട്ടുകെട്ട്
കേട്ടോ. അപ്പൊ ശത്രു എത്രത്തോളം ഹാലേലിയ ദൈവജനത്തെ ഭയപ്പെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. 9-ാം വാക്യം ഒന്ന് വായിക്കും സിസ്റ്ററെ. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. ആമേൻ. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കണം. അപ്പൊ അവരുടെ കാവൽ ഹല്ലേലൂയ, രാവും പകലുമുള്ള ഒരു കാവൽ നമ്മൾ കാണുന്നത്. അപ്പൊ ശത്രു പ്രബലപ്പെടുമ്പോൾ, ശത്രു നമ്മുടെ നേരെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? ദൈവസഭ എന്താ ചെയ്യുന്നത്? ഉണർന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെയാ? രാവും പകലും. ഇവിടെ കാവൽക്കാരെ ആക്കണം എന്നതുപോലെ നമുക്കാണെങ്കിൽ എന്താ ഉള്ളത് വെച്ചിട്ട് രാവും പകലും ഹാലേലിയ നമ്മുടെ ഒരു പ്രാർത്ഥന. ഹാലേലിയ ദൈവസ്ഥ അത് ഭയങ്കരമായിട്ട് കാവൽക്കാരെ എന്തിനാക്കുന്നത്? ഹാലേലിയ ശ്രദ്ധിച്ച് ഹാലേലിയ അവരെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ. ഞാൻ എപ്പോഴും ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കണം. ശത്രുവിന്റെ പദ്ധതികളെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. അതിന് നമ്മുടെ ആത്മക്കണ്ണ് തുറന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലല്ലേ അവിടെ നമ്മൾ പോയിട്ട് ഉടനെ പോയി പടവെട്ടാണ്ട് യുദ്ധം ചെയ്യാനല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവർ പറയുന്ന കണക്ക് അല്ലെ ഇവർ രാവും പകലൊരു കാവൽക്കാരെ ആക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവസഭ ദൈവമക്കളെ ജീവിതത്തിൽ അവിടെ യുദ്ധവും കാവലും ഒന്നുമല്ല. നമുക്കിവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവും പകലും ഉണർന്ന് ആത്മക്കണ്ണ് തുറന്ന് ശത്രുവിന്റെ പദ്ധതികളെ കണ്ട് അവനെ മുൻകൂട്ടി കണ്ട് അതിനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ നമ്മൾ പോരാടണം. ഹല്ലേലൂയ. സ്തോത്രം. 10-ാം വാക്യം വായിക്കും സിസ്റ്ററെ. എന്നാൽ യഹൂദ്യർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ പെട്ടെന്ന് ചലഞ്ച് വരികയാണ്. എന്താ പറയാ, പുറത്തുനിന്നുള്ളൊരു ചലഞ്ച് അല്ല, അകത്തുനിന്നൊരു ചലഞ്ച്. ഹല്ലേലൂയ. നെഹെമ്യാവിന്റെ ജീവിതത്തെ പുറത്തുനിന്നുള്ള ചലഞ്ചിനെ എല്ലാം നെഹെമ്യാവ് നേരിടും. പക്ഷെ അകത്തുനിന്നൊരു ചലഞ്ച് വന്നാൽ എന്ത് ചെയ്യും? നമ്മൾക്ക് ഇത് തന്നെ പറ്റുന്ന നമുക്ക് പുറമേ നിന്ന് ആൾക്കാർ എന്തൊക്കെ നിന്ദിച്ചാലും പരിഹസിച്ചാലും നമ്മൾ അതിനെല്ലാം ഓവർകം ചെയ്യും. പക്ഷെ നമ്മുടെ അകത്തുനിന്ന് ഒരാൾ നമ്മളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്താൽ നമ്മളവിടെ തളർന്നു പോകും. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. 10-ാം വാക്യം പറയുന്നത്, എന്നാൽ യഹൂദ്യർ പറയാ, ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണിനിയും വളരെ കിടക്കുന്നു, ആകൽ മതിൽ പണിയാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഉറച്ചു നിന്ന് പണിയേണ്ടവർ പകുതിക്ക് വെച്ച് പറയാ, ഈ പണിയൊന്നും നമുക്ക് പറ്റത്തില്ല, നമുക്കിത് വെച്ചിട്ട് പോകും. പലപ്പോഴും ശത്രുവിന്റെ പല തന്ത്രങ്ങളും ഇതാണ് ചെയ്ത് നമ്മുടെ മനസ്സിനെ മടുപ്പിക്കാൻ നോക്കും. ഹാലേലിയ. അതുകൊണ്ട് നമ്മുടെ ഹാലേലിയ എഫെസ്യർ വാക്കുണ്ട്, പിശാചിന് ഇടം കൊടുക്കരുത്. ഹാലേലിയ. കാരണം അവന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ അവൻ പറയുന്നതൊക്കെ നമ്മുടെ ഹൃദയത്തിലോട്ട് ചെവിയിലൂടെ കേട്ട് ഇതിലേക്ക് കളഞ്ഞില്ലെങ്കിൽ അത് ഹൃദയത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഇതിട്ട് ചിന്തകളിട്ട് നമ്മളെ കൊണ്ട് തന്നെ ആദ്യം അവര് പറഞ്ഞ് മതിൽ പണിയാൻ പറ്റും. പക്ഷേ അന്ന് ഉത്സാഹത്തോട് അവർ പണിയായിട്ട് പകുതി വരെ പൊക്കം തീർത്തവര് ഇച്ചിരി കഴിഞ്ഞപ്പോൾ പറയുന്ന കാര്യം, ഇനി നമുക്കിതൊന്നും പറ്റത്തില്ല. അപ്പൊ അകത്തുനിന്നൊരു പ്രതികൂലം വരുന്ന സമയത്ത് 11-ാം വാക്യം വായിക്കുക സിസ്റ്റർ. ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്നവരെ കൊന്നു പണി മുടക്കുന്നത് വരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. അപ്പൊ ശത്രുക്കൾ എന്താ പറയുന്നത്? ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്നു പണി മുടക്കുന്നവരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുതെന്ന് പറയും. അപ്പൊ അവിടുത്തെ ഒരു ചലഞ്ച് എന്താ വെച്ചാൽ, അവിടുന്ന് ശത്രു പറയുന്നത് നമുക്ക് ചെന്നിട്ട് ഇവരെ കൊന്നിട്ട് പണി മുടക്കുക, അതുവരെ അവർ അറിയരുത്. നമ്മുടെ അകത്ത് ഇരിക്കുന്ന ആളെന്താ പറയാ, ഇവര് പറയുന്നത് നമ്മളെ കൊണ്ട് ഇനി പണിയാൻ പറ്റും. അപ്പൊ അകത്തു നിന്നും പുറത്തു നിന്നും ഒരേ സമയത്ത് പ്രതികൂലം അടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഹാലേലിയ. 12-ാം വാക്യം വായിക്കുമോ? അവരുടെ സമീപം പാർത്ത യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന്, നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരുവീൻ എന്ന് 10 പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു. ഹാലേലിയ. അവിടെ ഇവരെയും വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് പലരും വരുന്നുണ്ട്. അപ്പൊ അന്ന് അവിടെ വന്നിട്ട് 10 പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു. എന്താ പറയാ, ഞങ്ങളുടെ അടുക്കൽ വരുവീൻ. 13-ാം വാക്യം വായിച്ചോ സിസ്റ്റർ? അങ്ങോട്ട് താഴോട്ട് വായിച്ചു. അതുകൊണ്ട് ഞാൻ മതിലിന്റെ പിമ്പുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കി ജനത്തെ കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി. ഞാൻ നോക്കി എഴുന്നേറ്റ് നിന്ന് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ
അല്ല, നെഹമ്യാവിന് പുറത്തുനിന്നും അകത്തുനിന്നും എല്ലാം പ്രതികൂലം വരുന്ന സമയത്ത് നെഹമ്യാവ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, അതുകൊണ്ട് ഞാൻ മതിലിന്റെ പിമ്പുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിൽ, തുറന്നു കിടന്ന സ്ഥലങ്ങളിൽ ആളുകളെ ആക്കി ജനത്തെ കുടുംബം കുടുംബമായി വാളുകളോടും കുന്തങ്ങളും വില്ലുകളോടും കൂടെ നിർത്തി. ഹാലേലിയുടെ ഹാലേലിയ, കുടുംബം കുടുംബമായി. ഹാലേലിയ, ഇവിടെ കുടുംബത്തെ ഹാലേലിയ വേർതിരിക്കുന്ന പൊക്കം കുറഞ്ഞ സ്ഥലത്തും പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ ആളുകളെ ആക്കുകയും ചെയ്തു. അപ്പൊ എവിടെയൊക്കെയാണോ വിടവുള്ളത്, എവിടെയൊക്കെയാണ് ശത്രു വരാൻ സാധ്യതയുള്ളത്, അവിടെ ഹാലേലിയ എന്താ പറയുക, ഒരു കുടുംബം എന്ന് വെച്ചാൽ ഒരു സഭ എന്ന് പറയുമ്പോൾ, ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ, അതിലെ കുടുംബത്തിന്റെ ഒത്തൊരുമയോടുള്ള ഒരു പ്രാർത്ഥന, ഒരു പ്രവർത്തനം ഇവിടെ കാണുന്നുണ്ട്. ഹാലലിയ. അപ്പൊ അവരെയൊക്കെ ഹാലലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ കൂട്ടായ്മയുള്ള ഐക്യതയുള്ള കുടുംബങ്ങളെ അവിടെ കൊണ്ട് നിർത്തി അവർ കുടുംബമായിട്ട് ചെന്ന് നിന്ന ഇവിടെ പറയുന്നത്, അവർ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങ് ആളുകളെ ആക്കി ജനത്തെ കുടുംബം കുടുംബമായ വാളുകളും കുന്തങ്ങളും വില്ലുകളോടും കൂടുന്നത്. അപ്പൊ ജനത്തെ കുടുംബം വാളുകളും വില്ലുകളും ആയുധം ഏന്തി ജനത്തെ കുടുംബത്തെ നിർത്തുന്നത്. ഒരു കുടുംബത്തിൽ എല്ലാവരും ഒരുപോലെ ആയുധമെടുത്ത് യുദ്ധത്തിന് സന്നദ്ധരായി നിൽക്കുകയാണെങ്കിൽ കുടുംബത്തെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. 10 കുടുംബങ്ങൾ കയറി നിന്ന് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വലിയ കൂട്ടായ്മ അവിടെ വ്യാപരിക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു യൂണിറ്റി ഇവിടെ കാണുന്ന കാര്യം വെച്ചാൽ യൂണിറ്റി ഉണ്ടാകണം. ദൈവസന്നിധി നമ്മൾ നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്തും എവിടെയാണോ യൂണിറ്റി ഉള്ളത് അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പം. അപ്പൊ ഞാൻ എപ്പോഴും പറയും, കുടുംബത്തിൽ തന്നെയാണെങ്കിലും മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഭയങ്കര ദൈവപ്രവൃത്തിയോടെ നടക്കും. നമ്മൾ രണ്ടുപേരെ ഉള്ളെങ്കിൽ നമ്മുടെയൊക്കെ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം നമുക്കൊക്കെ വന്നേക്കുന്നത് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഒറ്റയ്ക്ക് വിശ്വാസി വന്നിട്ടുള്ളവരായതുകൊണ്ട് നമുക്ക് ഈ കൂട്ടായ്മ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴെന്താ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നത്. പക്ഷെ ഇവിടെ കുടുംബത്തെ എങ്ങനെയൊക്കെയാണോ ശത്രുവിന്റെ നമ്മളോട് പ്രവർത്തിക്കുന്നത് അതനുസരിച്ച് നെഹമ്യാവിടെ ജനത്തെ ക്രമപ്പെടുത്തി അവിടെ എപ്പോഴും നെഹമ്യാവ് അവരെ യുദ്ധം ചെയ്യാനൊന്നുമല്ല ആയുധമേന്ത് നിൽക്കുന്ന ഇവിടെ അവർ യുദ്ധം ചെയ്യുന്നിട്ട് ഒരിക്കൽ പോലും കാണും. പക്ഷെ അവിടെ എല്ലാം നെഹമ്യാവിന്റെ വായ നിന്നിട്ട് പ്രാർത്ഥനയുണ്ട്. ഇവിടെ പറയുന്ന ഇടയ്ക്ക് പറയുന്നുണ്ട്, പലയിടത്തും പറയുന്നുണ്ട്, വലിയവരും ഭയങ്കരമായ കർത്താവിനോർത്ത് നമ്മുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവിനെന്ന് പറയും. അപ്പൊ നമ്മുടെ ദൈവത്തെ ഓർത്ത് ദൈവം ഏൽപ്പിച്ച പണിയായത്, ദൈവം ഏൽപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പൊരുതണം. നമ്മൾ അതിനു വേണ്ടി നിൽക്കണം എന്ന് കാണാം. എന്നിട്ട് 15-ാം വാക്യം പറയുന്നത്, ഞങ്ങൾക്ക് അറിവ് കിട്ടിപ്പോയെന്നും ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം ഞങ്ങൾ എല്ലാവരും മതിലിങ്കൽ താന്താന്റെ വേലയ്ക്ക് മടങ്ങി ചെല്ലുവാനിടയായി. ആമേൻ. അന്ന് മുതൽക്ക് എന്റെ ഭൃത്യന്മാരിൽ പാതിപ്പേർ വേലയ്ക്ക് നിന്നു, പാതിപ്പേർ കുന്തവും പരിചയും വില്ലും കവചവും ധരിച്ചു നിന്നു. മതിൽ പണിയുന്ന എല്ലാ യഹൂദന്മാരുടെയും പിറകിൽ പ്രമുഖന്മാർ നിന്നു. ചുമടെടുക്കുന്ന ചുമടുകാർ ഒരു കൈ കൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈ കൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. സ്തോത്രം. ഇവിടെ കാണുന്ന അവര് പിന്നീട് ഭയങ്കര ക്രമീകരണം വരുത്തുകയാണ്. അവർ വേല ചെയ്യുന്നതോടൊപ്പം തന്നെ ആയുധം ഏന്ത് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പൊ നമ്മളൊരു വേല, ദൈവം നമ്മളെ ഏൽപ്പിച്ച വേല ചിലരാണെങ്കിൽ ദൈവം ഏൽപ്പിച്ച വേലയാന്നും പറഞ്ഞ് വേലയ്ക്ക് വേണ്ടിയിട്ട് എന്നും പറഞ്ഞ് ഇറങ്ങും. പക്ഷെ അവരുടെ ആയുധമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ളവരെന്താ വെച്ചാൽ പെട്ടെന്ന് എന്താ നമ്മുടെ ആയുധം എന്താ ദൈവത്തിന്റെ സർവ്വ ആയുധത്തെ കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. അവിടെ ഈ ആയുധം നമ്മുടെ ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ശത്രു നമ്മൾ വരുമ്പോഴത്തേക്ക് ശത്രു തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവനോട് എതിർത്ത് നിൽപ്പിന് ദൈവത്തിന്റെ സർവ്വായുധം എടുത്ത് ധരിച്ചുകൊള്ളുമെന്ന് പറയാം. അപ്പൊ ദൈവത്തിന്റെ ആയുധം ഏന്തിയവരാണെങ്കിൽ അവരെ തോൽപ്പിക്കാൻ കഴിയാത്ത മറ്റുള്ളവരെയാണ് പെട്ടെന്ന് ശത്രു പരാജയപ്പെടുത്തുന്ന അവർ വേല ചെയ്യാൻ ഇറങ്ങാൻ റെഡിയാണ്. പക്ഷേ ആയുധമൊന്നുമില്ല. പക്ഷെ ഇവിടെ കാണുന്ന അവർ വേല ചെയ്യുമ്പോൾ തന്നെ അവർ ഒരു കയ്യിൽ അവർ ആയുധം പിടിച്ചിരുന്നു. കുറെ ആൾക്കാർ ആയുധമേന്തി ഇവർക്ക് പുറകെ നിൽക്കുന്ന കുറെ ആൾക്കാർ. അപ്പൊ അല്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യുന്ന ചില ആൾക്കാർ വേലയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ അവരുടെ പിന്നിൽ ആയുധമേന്തി ഒരു കൂട്ടരുണ്ട്. എന്താ വെച്ചാൽ എപ്പോഴും പ്രാർത്ഥനയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ പലരുടെയും നമ്മൾ പറയാറുണ്ട്, പല ശുശ്രൂഷകന്മാരുടെ വിജയം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കുള്ള പ്രാർത്ഥന സപ്പോർട്ടാണ്. ഇവിടെയൊക്കെ നമ്മുടെ ആത്മീയ അർത്ഥം നമ്മൾ പുതിയ നിയമ ഇസ്രായേലമ്മ നമ്മളിത് വായിക്കുമ്പോഴെല്ലാം ആ പ്രാർത്ഥനയെക്കുറിച്ചും ഇതിനെക്കുറിച്ചും അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചും അങ്ങനെ ഇവിടെ പറയുന്ന ആയുധം പിടിക്കുകയും ചുമട്ടുകാർ ഒരു കൈ കൊണ്ട് വേല ചെയ്യും, മറ്റേ കൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെ താഴോട്ട് വരുമ്പോൾ നമ്മൾ വായിച്ചു സിസ്റ്റർ ഫുള്ള് വായിച്ചോ, 23 വാക്കിലുണ്ട്. വായിച്ചു 18 പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിയും കൊണ്ട് പണിതു. എന്നാൽ കാഹളമൂതുന്നവർ എന്റെ അടുക്കൽ തന്നെയായിരുന്നു. ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും വേല വലിയതും വിശാലമായതുമാകുന്നു. നാം മതിലിന്മേൽ ചിതറി തമ്മിൽ അകന്നിരിക്കുന്നു.
നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളുവീൻ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പണി നടത്തി പാതിപ്പേർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്നത് വരെ കുന്തം പിടിച്ചു നിന്നു. അക്കാലത്ത് ഞാൻ ജനത്തോട്, രാത്രിയിൽ നമുക്ക് കാവലിനും പകൽ വേല ചെയ്യുന്നതിനും ഉതകത്തക്കവണ്ണം ഓരോരുത്തൻ താന്താന്റെ വേലക്കാരനുമായി യെരുശലേമിനകത്ത് പാർക്കണം എന്ന് പറഞ്ഞു. ഞാനോ എന്റെ സഹോദരന്മാരോ എന്റെ ബാല്യക്കാരോ എന്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല. കുളിക്കുന്ന സമയത്ത് കൂടെയും ആയുധം ധരിച്ചിരുന്നു. ആമേൻ. സ്തോത്രം. നെഹമ്യാവ് അവർക്ക് ഭയങ്കര മാതൃകയായിരുന്നു. നെഹമ്യാവിന് വേണമെങ്കിൽ പറയും, ഞാൻ രാജാവിന്റെ പെർമിഷൻ വാങ്ങിച്ചുകൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്, ഞാൻ നിങ്ങളുടെ ലീഡറാണ്, അപ്പൊ എനിക്ക് ഇതിന്റെ ആവശ്യം, നിങ്ങളെല്ലാം ചെയ്താൽ മതി എന്നല്ല നെഹമ്യാവിനെ കുറിച്ച് പറഞ്ഞ ഉടുപ്പ് പോലെ മാറി, കുളിക്കുന്ന സമയത്ത് പോലെ ആയിരുന്നു. അപ്പൊ നെഹമ്യാവ് ഇവരുടെ എല്ലാം അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യം, നിങ്ങൾ യെരുശലേമിന് ഉള്ളിൽ പാർക്കണം. ഈ ഒരു പ്രൊട്ടക്ഷനുള്ള, ഈ കവറിങ്ങുള്ള നിൽക്കണം, നിങ്ങൾക്ക് തോന്നിടത്ത് പോയി പാർക്കരുത്. അപ്പൊ എന്താ വെച്ചാൽ ശത്രു ഏത് നിമിഷം എപ്പോഴും ശത്രു അറ്റാക്ക് ചെയ്യുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്നവരെയൊക്കെയാണ്, മാറി നിൽക്കുന്നവരൊക്കെയാണ്. കോഴി തന്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ചെറുകൻ അടി മറച്ചു പിടിക്കുമ്പോൾ പരുന്തിന് രാജ്യം, പക്ഷെ ഒരു കുത്തം കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ അതിന് വിട്ട് മാറിയൊക്കെ ചെല്ലുന്നത് എങ്ങനെ മാറി നടക്കുന്നത്, ആ സമയം നോക്കി അതിനെ റാഞ്ചിക്കൊണ്ട് പോകുന്നത്. അതുപോലെ ഇതിനുള്ളിൽ തന്നെ നിങ്ങൾ യെരുശലേമിനുള്ളിൽ തന്നെ പാർക്കണം. അവർ ആയുധം ധരിച്ചിരിക്കണം, രാത്രി ഉണർന്നിരിക്കണം, കാഹളം ഊതുന്നവരുടെ അടുക്കലേക്ക് പെട്ടെന്ന് എത്തിച്ചേരണം. കാഹള ശബ്ദം യുദ്ധത്തിന് മുന്നോടിയായിട്ട് ജയത്തിന്റെ മുന്നോടിയായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എന്താ നമ്മളെ കൂട്ടി വരുന്നത്, അപ്പോഴത്തെ ആൾക്കാരെല്ലാം ഓടി കൂടാ, അല്ലെങ്കിൽ അടുത്ത് വേണം, ഇങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ചിട്ടയായ ഒരു പ്രാർത്ഥനയും ചിട്ടയായ ഒരു ക്രമീകരണത്തിലൂടെ മതിൽ പണിയുന്നത്. നമ്മൾ ദൈവസഭയെ അങ്ങനെ തന്നെയാണ്. നമ്മൾ എങ്ങനെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുക, എങ്ങനെങ്കിലുമൊക്കെ അങ്ങോട്ട് പ്രവർത്തിക്കുക എന്നല്ല, നമുക്കൊരു ചിട്ടയുണ്ടാകണം എല്ലാ കാര്യത്തിലും. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച്, നമ്മൾ വേലയ്ക്കായി സമർപ്പിച്ച് ദൈവത്തിൽ ഇറങ്ങുമ്പോൾ വെറുതെ ഇറങ്ങി പുറപ്പെട്ടാൽ പോരാ. കൃത്യമായിട്ട് ദൈവശബ്ദം കേട്ട് ദൈവം എന്താണ് നമ്മളോട് പറയുന്നത് അതനുസരിച്ച് നമ്മൾ പോകണം. നമ്മുടെ കയ്യിൽ ആയുധം ഉണ്ടാകണം എപ്പോഴും. ശത്രു ഏത് നിമിഷവും നമ്മളെ അറ്റാക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് വാളും പരിചയം കുന്തവും ഒന്നുമല്ല. നമ്മുടെ പ്രാർത്ഥനയും ദൈവം തന്നിട്ട് ദൈവത്തിന്റെ വചനം എന്ന വാളും ശിരസ്ത്രം എന്ന പരിചയത്തിനെ കുറിച്ച് എഫേസിൽ പറയുന്ന പോലെ ദൈവത്തിന്റെ സർവ്വ ആയുധവർക്കും നമ്മൾ എപ്പോഴും തിരിച്ച സത്യമൊക്കെ അരക്കി കെട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുതെന്നേ. നമുക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തിട്ട് ദൈവത്തെ കുറ്റം പറയാനോ ദൈവസന്നിധിയിലേക്ക് ഇരിക്കാമല്ലോ. നമ്മൾ ദൈവമേ ദൈവം നമ്മളൊരു കാര്യം ഏൽപ്പിച്ചാൽ ദൈവം നമുക്കത് നിവർത്തിച്ചു തരും എന്ന് നമുക്ക് വിശ്വാസം ഉണ്ടാകണം. നമ്മൾ എന്ത് കാര്യം നമ്മുടെ മുമ്പിൽ ദൈവം പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്ക് നമ്മുടെ കാതുകൾക്ക് ചിലപ്പോൾ അത് അസാധ്യമെന്ന് തോന്നിയാലും ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി നിന്റെ നീതിമാൻ വിശ്വാസാൽ ജീവിക്കുന്നത് പറയാം. നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ദൈവം നമുക്കത് നിവർത്തിപ്പാൻ ശക്തനാണെന്ന് അരുളി ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനാണെന്ന് സാറ വിശ്വസിച്ചതുപോലെ നമ്മളും വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് സാധിക്കും. ഇവിടെ മതിൽ പണിയുന്ന സമയത്ത് ഒരുപാട് നിന്ന പരിഹാസം ഒക്കെ നമ്മുടെ നേരെ വന്നെങ്കിലും അവരുടെ നേരെ വന്നെങ്കിൽ അവരെ ആ മതിൽ പണി പൂർത്തിയാക്കി. അടുത്ത അധ്യായങ്ങൾ നമുക്ക് കാണാം. 52 ദിവസം കൊണ്ട് അവർ ആ പൊളിഞ്ഞു കിടന്ന യെരുശലേമിന്റെ മതിൽ പൂർത്തിയാക്കി. അവർ ആ വാതിലും അതെല്ലാം വിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എന്താ ചെയ്ത് അവരോട് യുദ്ധം ചെയ്യാൻ പോയില്ല. ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവരൊരു കാര്യം ചെയ്ത് ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന് ദൈവസന്നിധി അതിനനുസരിച്ച് അവരെ ക്രമീകരണപ്പെടുത്തി അവരുടെ ജീവിതത്തെ അവരുടെ പണിയൊക്കെ ഒന്ന് ക്രമീകരണപ്പെടുത്തി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ശാന്തമായി പണിതുകൊണ്ടു. ഉള്ളിൽ നിന്ന് ആദ്യം പുറത്തുനിന്ന് പ്രതികൂലം വന്നു, പിന്നെ അകത്തുനിന്ന് പ്രതികൂലം വന്നു, പിന്നെ അകത്തുനിന്നും പുറത്തുനിന്നും പ്രതികൂലം വന്നു. ഇതെല്ലാം വന്നപ്പോൾ നെഹമ്യാവിന് ഒരു കാര്യം ഉറപ്പായിരുന്നു, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. ഈ പണി ഏൽപ്പിച്ച ദൈവമാണെങ്കിൽ ആ കാര്യം നമ്മളെ സാധിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് നെഹമ്യാവിന് ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് പണി പൂർത്തി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം അത് പൂർത്തീകരിക്കും. അതിനെതിരെ ശത്രു എത്രയൊക്കെ പദ്ധതി ഇട്ടാലും എങ്ങനെയൊക്കെ തകർത്ത് കളയാൻ നോക്കുക, നമ്മുടെ മൈൻഡ് സെറ്റപ്പ് മാറാതിരുന്ന മാത്രം മതി. നമ്മൾ അതിന് ശത്രുവിനെ കീഴടങ്ങി കൊടുക്കാതെ നമ്മുടെ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മുടെ കൺമുമ്പിൽ ചിലപ്പോൾ ഒന്നും കാണുന്നുണ്ടാകില്ല. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ശത്രു പരാജയപ്പെടുത്തി കളയാൻ നോക്കിയാലും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും ദൈവമാണ് നമ്മളെ ഇത് ഏൽപ്പിച്ചതെന്നും നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ നമുക്കത് പൂർത്തിയാക്കാൻ തന്നെ സാധിക്കും. ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരാകരുത്. ഓരോന്നും നമ്മുടെ നേരെ വരുമ്പോൾ ചിലപ്പോൾ അകത്തുനിന്നും പുറത്തുനിന്നും ചിലപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മൾ വിശ്വസിക്കുന്നവരും നമ്മുടെ കൂടെ നിൽക്കുന്നവരും എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്, അവരെ ആയിരിക്കും ശത്രു ഉപയോഗിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ശത്രുവിന്റെ തന്ത്രമാണ്.
ഇത് ശത്രു തന്ത്രമാണ്, ഇതിനകത്ത് ഞാൻ വീണു പോകത്തില്ല, ഇതിനകത്ത് ഞാൻ മൂടിപ്പോകത്തില്ല, ഞാൻ ഇതിനകത്ത് പോകാൻ കാരണം എന്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ചു, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആരൊക്കെ നമ്മളോട് നമ്മ ദൈവത്തിന്റെ സ്വഭാവത്തെ ത്യജിച്ചാൽ ദൈവത്തിന് സാധിക്കത്തില്ല. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായിട്ട് നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും മാറ്റം വരത്തില്ല. അതുകൊണ്ട് ദൈവം നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കൂട്ടായ്മയായിട്ട് നിന്ന് അവിടെ 52 ദിവസം കൂടി കൊണ്ട് അവർ മതിൽ പണിതപോലെ നമ്മളെ ചില പണിയൊക്കെ ഏൽപ്പിച്ചിരുന്നു. ഒറ്റക്കാരും നിന്ന് അവിടെ പണിത് നെഹമ്യാവിന് ഒറ്റയ്ക്കത് ചെയ്യാൻ സാധിച്ചില്ല, പക്ഷെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും ആ കൂട്ടായ്മയിലാണ് ആ പണി നടന്നത്. അതുപോലെ നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കത്തില്ല, പക്ഷെ നമ്മുടെ കൂട്ടായ്മയിൽ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ശത്രു പലപ്പോഴും തന്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ജയിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയോടെ നമുക്ക് മുമ്പോട്ട് ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.